Dear students, let us start a certificate course on Internet of Things. First of all, we can move through the first module, which includes this much contents, that is introduction. Let us discuss advantages and disadvantages here. Again, embedded devices and system which is used in IoT. Then we can introduce IoT ecosystem and can be familiar with the IoT decision framework. First of all, simply we can just tell what is IoT. IoT simply means Internet of Things. We all know that it is Internet of Things. Then what is your daily requirement by using this IoT? Or what is the application? What are the applications of IoT? Where you have seen IoT? നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ IoT കാണുന്നുണ്ടോ? അല്ലെങ്കിൽ കുറേ തിങ്സ് എന്താ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we know what an internet is. Internet എന്താ നമുക്കറിയാം. Then Internet of Things means so many things are can be integrated by using internet യൂസ് ചെയ്തിട്ട് ഒരുപാട് ഡിവൈസസിനെ അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങളെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് ആൻഡ് വിച്ച് വി ക്യാൻ കോൾ ആസ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് അല്ലേ. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ നമുക്കൊരു ഡെയിലി യൂസ് ആയിട്ട് നമ്മൾ പറയാം നമ്മളുടെ സ്മാർട്ട് വാച്ച് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു സ്മാർട്ട് ഫോൺ. ബോത്ത് ആർ തിങ്സ് ആൻഡ് ദേ ആർ ഇൻട്രാക്ടിങ് വയ ഇൻ്റർനെറ്റ് അല്ലേ. സ്മാർട്ട് വാച്ച് ഉണ്ട്, നമുക്ക് മൊബൈൽ ഫോൺ ഉണ്ട്, നമുക്ക് മൊബൈലിലുള്ള നോട്ടിഫിക്കേഷൻസ് നമുക്ക് വാച്ചിൽ വ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് വാച്ചിലൂടെ. മൊബൈലിൽ വരുന്ന കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ വാട്സപ്പ് മെസ്സേജസ് വരികയാണ്, വി ക്യാൻ ആക്സസ് ഇറ്റ് വയ സ്മാർട്ട് വാച്ചിലൂടെ ആക്സസ് ചെയ്ത് അവിടെ ഇൻട്രാക്ഷൻ പോസിബിൾ ആക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഡൺ ബൈ എ സിമ്പിൾ ടെക്നോളജി വിച്ച് ഈസ് നോൺ ആസ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് പറയാലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഒരു ഡെയിലി ലൈഫിൽ നമുക്ക് ഈ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് നമ്മളെങ്ങനെ ആക്സസിബിൾ ആവാം അല്ലെങ്കിൽ എവിടെയൊക്കെ നമുക്ക് ആക്സസിബിൾ ആവാം എന്നുള്ളത് നമുക്ക് എവിടെ കാണാം? നമ്മുടെ ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിനെ മീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കാണുക, എന്താ ഓൺലൈൻ ഷോപ്പിങ്ങിന് നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്നല്ല, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ് നമ്മൾ എവിടെ കാണുന്നത്? ഓൺലൈൻ ഷോപ്പിങ്ങിൽ, ഫ്ലൈറ്റ് സർവീസസിൽ, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വെയറബിൾ ടെക്നോളജീസ് ലൈക്ക് സ്മാർട്ട് വാച്ചസ് ഓർ സ്മാർട്ട് ഫോൺസ് ഓർ ഇൻ വെഹിക്കിൾസ് അല്ലേ. വെഹിക്കിൾസിലൊക്കെ നമുക്ക് മൊബൈൽ ഫോണിനെ ആക്സസ് ചെയ്യാനും മൂലം മ്യൂസിക്കും അതുപോലെ തന്നെ പല കാര്യങ്ങളും നോട്ടിഫിക്കേഷൻസൊക്കെ നമുക്ക് കാറുകളിലോ അല്ലെങ്കിൽ അത് വെഹിക്കിൾസിലൊക്കെ നമുക്ക് റിസീവ് ചെയ്യാൻ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹോം ലൈറ്റ്നിങ് സിസ്റ്റത്തിൽ, ഹോം അപ്ലയൻസസിലൊക്കെ നമ്മൾ എന്ത് കാണുന്നുണ്ട്? വി ആർ യൂസിങ് ദ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ടെക്നോളജി. ഇനി അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ഹൗസ്, അവിടെ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചർ അനലൈസ് ചെയ്താൽ വാട്ട് യു ക്യാൻ ഇൻഫർ ഫ്രം ദിസ്. ഒരു കാറുണ്ട്, ഒരു ക്ലൗഡ് ഉണ്ട്, ഒരു ഹോം ഉണ്ട്. ഹോമിൽ മേലെ കാണിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? ഹോം അപ്ലയൻസസ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എ കോമൺ പ്ലാറ്റ്ഫോം വിച്ച് പ്രൊവൈഡ്സ് ഓൾ ദ സർവീസസ് അണ്ടർ എ സിംഗിൾ ടെക്നോളജി. ഇതാണ് നമ്മൾക്ക് ഈ ഒരു പിക്ചറിലൂടെ അനലൈസ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. എന്തായിരിക്കും? ഓൾ ഓഫ് ദി തിങ്സ് അറൗണ്ട് us ആർ കണക്റ്റഡ് ടുഗെദർ. അതായത് ഹോമിൽ എന്തൊക്കെ ഉണ്ടാവും? ഹോം അപ്ലയൻസസ് ഉണ്ടാവും. അതുപോലെ തന്നെ കാറ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിനൊക്കെ എന്തും കൂടി ആവശ്യമുണ്ട്? വി റിക്വയർ എ ക്ലൗഡ് സർവീസ് ഫോർ കണക്റ്റിംഗ് ഓൾ ദീസ് ടെക്നോളജീസ് ടുഗെദർ. അത്രയും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഇൻ്റർനെറ്റ് എന്താണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഇൻ്റർനെറ്റ് അല്ല, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഓർ IoT എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വി ആർ യൂസിങ് സോ മെനി ഡിവൈസസ് ഇൻ അവർ ഹോം ഇറ്റ് സെൽഫ് അല്ലേ. നമ്മൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്, ഓവൻ യൂസ് ചെയ്യുന്നുണ്ട്, അത് ഈസി കുക്ക് അങ്ങനെ പോലുള്ള എല്ലാ ഡിവൈസസും യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾ ദീസ് തിങ്സ് ക്യാൻ ബി കണക്റ്റഡ് ടുഗെദർ അണ്ടർ എ സിംഗിൾ യൂണിറ്റ് ബൈ യൂസിങ് എ ടെക്നോളജി നോൺ ആസ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളേനും ഒരു കുടക്കീഴിൽ നമുക്ക് ആക്സസിബിൾ ആക്കാൻ പറ്റും. ഇപ്പോൾ ഇനി നമ്മുടെ ഇ കൊമേഴ്സൊക്കെ നമുക്കറിയാം, നൗ ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസിങ് ദിസ്
ക്യുക്കോമേഴ്സ്. ക്യുക്കോമേഴ്സൊക്കെ വന്നാൽ എന്താ പറയണേ, നമ്മൾ എന്തെങ്കിലും കൊമേഴ്ഷ്യലായിട്ടുള്ള എന്ത് കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് ഉണ്ട് വിചാരിക്കുക. അവിടെ നമ്മൾ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്തെങ്കിലും സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ഫ്രിഡ്ജിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കുറഞ്ഞു വെച്ചാൽ ഉടനെ നോട്ടിഫിക്കേഷൻ വരികയാണ്. ഓർ ഐദർ ദ ഡിവൈസ് ഇറ്റ് സെൽഫ് ക്യാൻ പർച്ചേസ് സംതിങ് ഫ്രം ദ റിറ്റെയിലർ ഇറ്റ് സെൽഫ്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് മെസ്സേജ് അല്ലെങ്കിൽ ഓർഡർ പോകാനുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷനും കൂടി വന്ന് തുടങ്ങുകയാണ് ബൈ യൂസിങ് ദ ടെക്നോളജി ഓഫ് IoT. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇറയിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. നൗ വി ക്യാൻ സീ ഹൗ ദിസ് IoT വർക്ക്സ്. എങ്ങനെ വർക്ക് ചെയ്യുന്ന IoT നമുക്ക് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ നമുക്ക് നോക്കാം. IoT architecturally we can see the cloud infrastructure, internet infrastructure, and so many things we are using in our daily life, and the gateways which provides you to get into this IoT. അല്ലെങ്കിൽ ഈ ഒരു നെറ്റ്വർക്കും അതുപോലെ തന്നെ ക്ലൗഡും തിങ്സും ഒക്കെ കൂടി ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യു ആർ അലൗഡ് വിത്ത് എ ഗേറ്റ് വേ. അങ്ങനെയുള്ള ഗേറ്റ് വേസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനൊക്കെ കൂടി സർവീസസ് ഇംപ്ലിമെൻറ്റേഷൻ അവിടെ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഇതാണ് ഓവറോൾ IoTയുടെ ഒരു ആർക്കിടെക്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുക. മനസ്സിലായി എന്ന് വിചാരിക്കണം. ഒന്നുകൂടി ക്ലിയർ അല്ല വെച്ചാൽ വീഡിയോ ഒന്നുകൂടി അനലൈസ് ചെയ്യുക കേട്ടോ, വീഡിയോ ഒന്നും കൂടി വാച്ച് ചെയ്യുക. നെക്സ്റ്റ് ആണ് ഫീച്ചേഴ്സ് ഓഫ് IoT. എന്തൊക്കെയായിരിക്കും IoT ഫീച്ചേഴ്സ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് കണക്ടിവിറ്റി ഈസ് വൺ ഓഫ് ദ ഫീച്ചർ ഓഫ് IoT. കണക്ടിവിറ്റി ഫീച്ചറാണെന്ന് പറയുമ്പോൾ എന്താ കണക്ടിവിറ്റി? ആർ വെരി ഫെമിലിയർ വിത്ത് ദിസ് കണക്ടിവിറ്റി. കണക്ടിവിറ്റി ഉള്ളത് കൊണ്ടാണ് അല്ലേ നമ്മളൊക്കെ ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കണത് അല്ലേ. ഇന്നിപ്പോൾ റീചാർജ് ചെയ്യാതെ ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വൈഫൈ ആക്സസ് ഇല്ലാതെ ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമോ? ആർക്കും പറ്റില്ല. അപ്പോൾ കണക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓൾ ദി തിങ്സ് ആർ കണക്റ്റഡ്. ആക്ച്വലി വി നോ ദറ്റ് IoT ഈസ് സിംപ്ലി ഓൾ ദ കണക്ഷൻ ഓഫ് ഓൾ ദ തിങ്സ്. How this connection is possible? Via some services, why connectivity services we require. A connectivity services ensures bidirectional communication between the systems or between the among the usersന്റെ ഇടയിലോ തിങ്സും അല്ലെങ്കിൽ രണ്ട് ഡിവൈസസ് തമ്മിലുള്ള ബൈഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ വയ ദിസ് കണക്ടിവിറ്റി. അല്ലേ, രണ്ട് ഡിവൈസസ് തമ്മിൽ ഇപ്പോൾ മൊബൈലും വാച്ചും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ഇഫ് ദർ ഈസ് എ കണക്ടിവിറ്റി ദർ അല്ലേ. അങ്ങനെയാണ് പോസിബിൾ ആവുള്ളൂ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കണക്ടിവിറ്റി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് IoT പറയാം. നെക്സ്റ്റ് ഈസ് അനലൈസിങ്. ഹു ഈസ് അനലൈസിങ് ദിസ് കണക്ടിവിറ്റീസ് ഓർ സംതിങ് വിച്ച് ഈസ് ഹാപ്പനിങ് അമംഗ് ദ തിങ്സ്. ഈ സാധനങ്ങൾ ഈ ഡിവൈസസിൻ്റെ ഒക്കെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു അനാലിസിസും ഇല്ലാതെ പോവുകയാണെങ്കിൽ ഈസ് ഇറ്റ് ഗുഡ്? യു വിൽ ഗെറ്റ് ഡു വി ഗെറ്റ് എ ഗുഡ് ഇൻസൈറ്റ് ഓഫ് ദിസ് ഡാറ്റ? കിട്ടുമോ? നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുമോ? ദർ ഇസ് എ സിസ്റ്റം ടു അനലൈസ് ദ ഡാറ്റ കളക്റ്റഡ് ഫ്രം ഡിഫറെൻറ്റ് ഡിവൈസസ് ഓർ ദർ ഇസ് എൻ ഇൻ്റലിജൻസ് ടു അനലൈസ് ദിസ് ഡിവൈസസ്. അല്ലെങ്കിൽ നമുക്കൊരു എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ അവിടെ പോസിബിൾ ആവുമോ? അപ്പോൾ ഡെഫിനറ്റ്ലി ദർ ഇസ് എൻ അനലൈസിങ് സിസ്റ്റം ഓർ വൺ ഓഫ് ദ ഫീച്ചർ ഓഫ് IoT ഈസ് അനലൈസിങ്. ഓരോ തിങ്സിലുള്ള ഡാറ്റാസും ഇറ്റ് ഈസ് അണ്ടർ അനലൈസിസ്. അനാലിസിസിൻ്റെ അണ്ടറിൽ തന്നെയാണ് എന്ത് നമ്മുടെ ഡിവൈസസ്. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പോസിബിൾ അല്ല, ഒരു പ്രോപ്പർ ഔട്ട്കം അവിടെ പോസിബിൾ അല്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻറ്റഗ്രേഷൻ. ഓൾ ദ തിങ്സ് ആർ ഇൻറ്റഗ്രേറ്റഡ് സോ ദറ്റ് വി ആർ ഗെറ്റിംഗ് എ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ദിസ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. അല്ല, അതുകൊണ്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു സാധാരണ ഡിവൈസ് മാത്രം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക, മറ്റൊരു ഡിവൈസ് വർക്ക് ചെയ്യുന്നില്ല വിചാരിക്കൂ, അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല വിചാരിക്കൂ. ഈസ് ഇറ്റ് പോസിബിൾ ടു ഗെറ്റ് എ പ്രോപ്പർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമോ? അല്ലെങ്കിൽ ഒരു പ്രോപ്പർ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ദിസ് ടെക്നോളജി നമുക്ക് പോസിബിൾ ആവുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ വൺ ഓഫ് ദ ഫീച്ചർ ഓഫ് IoT ഈസ് ഡെഫിനറ്റ്ലി ദ ഇൻറ്റഗ്രേഷൻ. ഓക്കെ, നെക്സ്റ്റ് കംസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആസ് വൺ ഓഫ് ദ ഫീച്ചർ ഓഫ് IoT. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വേണോ IoTക്ക്? നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരു ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രിഡ്ജിൽ ടൊമാറ്റോസൊക്കെ തീർന്നു വിചാരിക്കുക. there must be an intelligence to enable it to give notification to the റീറ്റെയിലർക്ക് അല്ലെങ്കിൽ ഓർഡർ കൊടുക്കാൻ എന്ത് വേണം? അവിടെ ഒരു ഇൻ്റലിജൻസ് അവിടെ വർക്ക് ചെയ്യണം. ആൻഡ് ഇറ്റ് ഈസ് സിംപ്ലി ദ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ, അപ്പോൾ IoTക്ക് അവിടെ എന്തൊക്കെ വേണം? കണക്ടിവിറ്റി വേണം, അനാലിസിസ് വേണം, ഇൻറ്റഗ്രേഷൻ വേണം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വേണം. നെക്സ്റ്റ് കംസ് എ സെൻസർ ഡിവൈസസ് വേണ്ടേ, സെൻസേഴ്സ് വേണ്ടേ? സെൻസേഴ്സ് ഇല്ലെങ്കിൽ എങ്ങനെ ഒരു മെഷീനിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് കുറവായി
അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു കോഫി മെഷീനാണ് വിചാരിക്കും, അവിടെ ഇൻഗ്രീഡിയൻസ് കുറവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഓട്ടോമാറ്റിക്കലി ഓർഡർ ടു ദ റിറ്റൈലർക്ക് ഓർഡർ കൊടുക്കാം, കോഫി ഗ്രെയിൻസ് വീട്ടിലെത്തിക്കാം. ഈവൻ നമ്മളുടെ ഒരു ഇൻട്രാക്ഷൻ അവിടെ ആവശ്യമില്ല, യൂസറിൻ്റെ ഒരു ഇൻട്രാക്ഷൻ ആവശ്യമില്ല. ഇതിനൊക്കെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അവിടെ എന്ത് വേണം, എ സെൻസിങ് ഡിവൈസ് മസ്റ്റ് ബി ഇനവിറ്റബിൾ ദെയർ. ഓക്കെ, നെക്സ്റ്റ് ആണ് ആക്റ്റീവ് എൻഗേജ്മെൻറ്റ്. ആക്റ്റീവ് എൻഗേജ്മെൻറ്റ് ഓഫ് ദ തിങ്സ് മസ്റ്റ് ബി എസെൻഷ്യൽ ഫോർ ദ പ്രോപ്പർ വർക്കിംഗ് ഓഫ് IoT. വേണ്ടേ ആക്റ്റീവ് എൻഗേജ് എല്ലാ തിങ്സും. ഒരു തിങ് ഡെഡാണ് വിചാരിക്കൂ, അല്ലെങ്കിൽ അത് പവർലെസ് ആയിട്ടിരിക്കുകയാണ് വിചാരിക്കൂ, അതിനെന്ത് അവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ആക്റ്റീവ് എൻഗേജ്മെൻറ്റ് ഓഫ് ദ ഡിവൈസസ് മസ്റ്റ് ബി ദെയർ ഫോർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് IoT. ഓക്കെ, നെക്സ്റ്റ് ആണ് എൻ പോയിൻറ്റ് മാനേജ്മെൻറ്റ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. എന്തായിരിക്കും എൻ പോയിൻറ്റ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കണേ? എൻ പോയിൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ടു എൻഡ് നമ്മൾ എന്തായിരിക്കണം, എൻഗേജ്ഡ് ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് കോഫി മെഷീനിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലൊരു കോഫി മെഷീൻ ഉണ്ട്, ആൻഡ് കോഫി ബീൻസ് ആർ നോ മോർ ദെയർ. അവിടെ കോഫി ബീൻസ് കഴിഞ്ഞു തുടങ്ങി ആൻഡ് ആർ ഗോയിങ് ടു ബി ഇൻ ദ ഡെഡ് സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. ദെൻ ദ മെഷീൻ ഇറ്റ് സെൽഫ് സെൻസ് ചെയ്യും. ഇത്ര ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഫി മെഷീൻ അത് സെൻസ് ചെയ്ത് നമ്മൾ ഷോപ്പിലേക്ക് റീറ്റെയിലർക്ക് എന്ത് കൊടുക്കുകയാണ്, ഒരു ഓർഡർ കൊടുക്കുകയാണ്. അങ്ങനെ റീറ്റെയിലർ ഈ സാധനമൊക്കെ ആയിട്ട് ഓർഡർ കൊടുത്തതിനനുസരിച്ച് ഇത്ര എമൗണ്ട്, അതൊക്കെ ഓൾറെഡി ഇൻബിൽട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഇത്ര ഓർഡർ. അപ്പോൾ ഇത്രയും എമൗണ്ട്, ഇത്രയും സാധനമായിട്ട് കോഫി ബീൻസായിട്ട് റിറ്റെയിലർ നമ്മുടെ വീട്ടിലേക്ക് എത്തി. ആൻഡ് ഇഫ് ദ യൂസർ ഈസ് നോട്ട് അവൈലബിൾ ദെയർ, വി ആർ അവേ ഫ്രം അവർ ഹോം ഫോർ മോർ ഡേയ്സ്, നമ്മൾ കുറേ ദിവസമായിട്ട് വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുകയാണ് വിചാരിക്കൂ. അവിടെ ഒരു എൻ പോയിൻറ്റ് മാനേജ്മെൻറ്റ് അവിടെ നടന്നു ഇല്ല. എന്തായി, റീറ്റെയിലർ തിരിച്ചു പോയി, IoT ടോട്ടലി ഡിസ്പേഴ്സ്ഡ്. അപ്പോൾ നമ്മൾ ആ ഒരു തിങ്സിൻ്റെ കണക്ഷൻ അവിടെ എന്താവാണ്, അത് റൗണ്ട് ഫില്ല് ചെയ്യാൻ അവിടെ പറ്റാതെ പോവുകയാണ്. So endpoint management is an essential factor for the proper functioning of IoT. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ IoT എന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കുക. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ് പറഞ്ഞിട്ടില്ല, പറയാൻ പോവാണ്. അപ്പോൾ ഫീച്ചേഴ്സ് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളായപ്പോൾ നമുക്ക് IoTനെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയ ആയി എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആണ് അഡ്വാൻറ്റേജസ് ഓഫ് IoTനെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, efficient resource utilization is possible in IoT. The resource utilization എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if each and every devices throughout works properly, ഫങ്ഷണലായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ we are getting much more efficient system അല്ലേ. ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റം നമുക്ക് അവിടെ കിട്ടുകയാണ്. സോ എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസോഴ്സ് യൂട്ടിലൈസേഷൻ എവിടെ പോസിബിളാണ്, IoTയിൽ പോസിബിളാണ്. നെക്സ്റ്റ് ഇറ്റ് മിനിമൈസസ് എ ഹ്യൂമൺ എഫേർട്ട്. ശരിയല്ലേ, അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഹ്യൂമൺ എഫേർട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ നമ്മൾ പുതിയ ടെക്നോളജീസൊക്കെ കൊണ്ടുവരണേ. അപ്പോൾ IoT ഡെഫിനറ്റ്ലി റിഡ്യൂസസ് ഹ്യൂമൺ എഫേർട്ട് ആൻഡ് ഇറ്റ് ഓൾസോ സേവ്സ് ടൈം സേവ് ചെയ്യാണ്. ഇപ്പോൾ എല്ലാവരും തിരക്ക് പിടിച്ചു കൂടല്ലേ. ആൻഡ് ഇറ്റ് എൻഹാൻസസ് ഡാറ്റ കളക്ഷൻ എൻഹാൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ വീട്ടിലെ എല്ലാ ഹോം അപ്ലയൻസസും IoT കണക്റ്റഡ് ആണ് വിചാരിക്കും, അല്ലെങ്കിൽ അവിടെ IoT യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹോം അപ്ലയൻസസിലൊക്കെ എന്ന് വിചാരിക്കും. അവർ ഓവറോൾ ഡാറ്റ ഓഫ് ദ യൂസർ വിൽ ബി ലോഡഡ് ദെയർ അല്ലേ. ഡാറ്റാസ് നമുക്ക് ഓരോ ഡിവൈസസിനും ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മൾ വാട്സപ്പ് ഈവൻ നമ്മൾ സ്മാർട്ട് വാച്ചുമായിട്ട് കണക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഇറ്റ് എൻഹാൻസസ് ഡാറ്റ കളക്ഷൻ ദെയർ. നമ്മുടെ ഡാറ്റാസ് ഫുള്ള് എവിടെ ലോഡ് ചെയ്യാൻ പറ്റുകയാണ്, നമ്മുടെ ഡിവൈസസിൽ ആക്സസിബിൾ ആവുകയാണ്. സോ ഇറ്റ് എൻഹാൻസസ് ഡാറ്റ കളക്ഷൻ ആൻഡ് ഇറ്റ് ഇംപ്രൂവ് സെക്യൂരിറ്റി. എങ്ങനെ സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യുക, അത് നേരെ തിരിച്ചും നമുക്ക് പറയാനുള്ളതാണ്. ഡിസഡ്വാൻറ്റേജ് ആയിട്ടും ഇത് പറയാനുള്ളതാണ്. കാരണം നമ്മുടെ മൊത്തം ഡാറ്റ ഒരു ഡിവൈസസിലേക്ക് പോവുകയാണ്. അപ്പോൾ രണ്ടായിട്ടും അഡ്വാൻറ്റേജസ് പറയുമ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ടും പറയാം, ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ ഡിസഡ്വാൻറ്റേജ് ആയിട്ടും പറയാം അല്ലേ. അപ്പോൾ ഇംപ്രൂവ് സെക്യൂരിറ്റി ഏത് സെൻസിലാണ് സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത്? എല്ലാ തിങ്സും ഇൻ്റർ കണക്റ്റഡ് ആയതുകൊണ്ട് ഒരു ഡിവൈസിൽ നിന്ന് മാത്രം നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇപ്പോൾ വാട്സപ്പ് ഡാറ്റാസ് ഉണ്ട് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് കൂടുതൽ സെക്യൂരിറ്റി മെഷേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മോർ സെക്യൂർ ആണ്. വെറസ് when we talk about the disadvantages of IoT, ഡിസഡ്വാൻറ്റേജസ് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, the security threat may be there. If the security may be dispersed,
what will happen? Overall data of the user will be leaked out. അപ്പോൾ അതെന്താണ്, എന്തെങ്കിലും വൈറസ് അറ്റാക്കോ എന്തെങ്കിലും തെഫ്റ്റോ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ മൊത്തം ലീക്കായിട്ട് പോകും. സോ ഇറ്റ് വിൽ ബി എ ത്രെറ്റ് ടു IoT, മേ ബി എ ത്രെറ്റ് ടു സെക്യൂരിറ്റി ഓൾസോ, ആൻഡ് അവർ പ്രൈവസി വിൽ ബി ലോസ്റ്റ്. നമുക്ക് നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടും. ഇത് സെയിം കാര്യം തന്നെയാണ് പറയണത്. പിന്നെ എന്താ പറയണേ, ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് മോർ കോംപ്ലെക്സ്, ദറ്റ് ഈസ് മെയിൻറ്റെയിനിങ്, ഡെവലപ്പിംഗ്, ഡിസൈനിങ് ദിസ് ലാർജ് ടെക്നോളജി ഈസ് വെരി കോംപ്ലിക്കേറ്റഡ്. ആലോചിച്ചറിഞ്ഞൂടെ നമുക്ക് നമ്മളുടെ ഈ ഒരു ഇറ്റ് ഈസ് എ കോംപ്ലെക്സ് ടെക്നോളജി ആക്ച്വലി. ഇങ്ങനെ ഒരു കോംപ്ലെക്സ് ടെക്നോളജി നമുക്ക് മാനേജ് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ഫോർ എ common man. Next we come through the embedded devices and system which is used in IoT. IoTയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എംബഡഡ് സിസ്റ്റംസ്, നമുക്കറിയാം എല്ലാ ഡിവൈസസും ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഹോം അപ്ലയൻസസിലൊക്കെ എന്തുണ്ട്, എംബഡഡ് സിസ്റ്റംസ് ആർ യൂസിങ് ദർ. ആ എംബഡഡ് സിസ്റ്റംസിൻ്റെ ഒരു ആർക്കിടെക്ചറാണ് പറയണത്. ഓക്കെ, എംബഡഡ് സിസ്റ്റത്തിൻ്റെ ഒരു ആർക്കിടെക്ചർ. അപ്പോൾ എന്താണ് എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? Some logic is embedded in some devices and it is embedded in our things. നമ്മൾ ഇപ്പോൾ വാഷിംഗ് മെഷീനാണ്, ഓവനാണ്, ഇവിടെയൊക്കെ എന്താണ് എംബഡഡ് സിസ്റ്റംസ് ആണ് നമ്മൾ യൂസ് ചെയ്യണേ. അവിടെ എന്തുണ്ടാവും? ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു സം പെരിഫറൽ ഡിവൈസസ് വിച്ച് വിൽ ബി അറ്റാച്ച് വിത്ത് സെൻസേഴ്സ്, ആക്ച്വേറ്റേഴ്സ്, ഡ്രൈവ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള പെരിഫറൽ ഹാർഡ്വെയർ ഉണ്ടാവും. അതിന് ലോക്കൽ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം നമ്മുടെ എംബഡഡ് സിസ്റ്റം. ആൻഡ് വയർ ഇൻ്റർനെറ്റ് ഇറ്റ് ഈസ് ഇൻട്രാക്റ്റഡ് വിത്ത് അതർ ഡിവൈസസ്. അല്ലേ, ഈ ഒരു പിക്ചർ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ഒരു എംബഡഡ് സിസ്റ്റം ഉണ്ടാവും. ആ എംബഡഡ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ ഡിവൈസസ് ഉണ്ടാവും, സെൻസേഴ്സും നമ്മുടെ ഡിവൈസിൻ്റെ. ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ ആണെങ്കിൽ അതിന് എന്തുണ്ടാവും, സെൻസേഴ്സും ഡ്രൈവ്സും ആക്ച്വേറ്റേഴ്സൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ എംബഡഡ് സിസ്റ്റം ഉണ്ടാവും. അത് ഇതിപ്പോൾ നമ്മൾ സാധാരണ വാഷിംഗ് മെഷീൻ്റെ കാര്യമല്ല പറയുന്നത് കേട്ടോ. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള, അതായത് നോട്ടിഫിക്കേഷൻസ് നമ്മളുടെ മൊബൈലിലേക്കൊക്കെ വരുന്ന ഡിവൈസസിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് വേണം, ഒരു ലോക്കൽ നെറ്റ്വർക്ക് വിൽ ബി ദെയർ. അവിടെ ഒരു നെറ്റ്വർക്ക് വേണം. നമ്മൾ യൂസറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്തുണ്ടാവണം, ഒരു നെറ്റ്വർക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ അതർ ഡിവൈസസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ അവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാവണം. നെറ്റ്വർക്ക് വഴിയാണ് ഈ ഡിവൈസസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുള്ളൊരു സിമ്പിൾ പിക്ചറാണ് ഈ ഒരു നമ്മുടെ ഡയഗ്രാം കാണിച്ച് തന്നേക്കണേ. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ കം ത്രൂ ദ എംബഡഡ് സിസ്റ്റം ഹാർഡ്വെയർ. എംബഡഡ് സിസ്റ്റം, അതായത് ഈ ഒരു എംബഡഡ് സിസ്റ്റത്തിൽ വരുന്ന ഹാർഡ്വെയർ ടെക്നോളജിയാണ് കാണിക്കണേ. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. നമ്മൾ മെമ്മറി മാപ്ഡ് IO ഒക്കെ പഠിച്ചതല്ലേ ഓർഗനൈസേഷനിൽ. പറയാൻ പാടില്ല, കാരണം ഇത് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ കോഴ്സാണ്. ഓക്കെ, അപ്പോൾ ഓർഗനൈസേഷൻ്റെ കാര്യം പോട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, മൈക്രോ കൺട്രോളേഴ്സാണ് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഹാർഡ്വെയറും ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, എന്നാൽ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം മൈക്രോ പ്രോഗ്രാമിംഗ് വിൽ ബി ഡൺ ദെയർ, അല്ലേ. മൈക്രോ പ്രോഗ്രാമിംഗ് ചെയ്തു വെച്ചിട്ടുള്ള ചിപ്പിനെയാണ് അല്ലെങ്കിൽ നമ്മൾ മൈക്രോ കൺട്രോളർ എന്ന് പറയാം. ആ മൈക്രോ കൺട്രോളർ ഉള്ള ഡിവൈസസിനാണ് എന്ത് ആക്സസിബിൾ ആവുക, ഈ സെൻസേഴ്സിനെ ഡിറ്റക്റ്റ് ചെയ്യാനും ഇൻപുട്ടിനെയും ഒക്കെ ഡിറ്റക്റ്റ് ചെയ്യാനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും കൊടുക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, മൈക്രോ കൺട്രോളേഴ്സാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ. എന്തായിരിക്കും സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കോഡ് ടെക്നോളജി ആൻഡ് ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ മൈക്രോ കൺട്രോളർ വയ ഇലക്ട്രോണിക്സ് മെത്തേഡിലൂടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, മൈക്രോ കൺട്രോളേഴ്സിലേക്ക് നമ്മൾ ഹാർഡ് വയേർഡ് മൈക്രോ പ്രോഗ്രാമിങ്ങും പഠിച്ചിട്ടുണ്ട്, ജസ്റ്റ് മൈക്രോ പ്രോഗ്രാമിങ്ങും പഠിച്ചിട്ടുണ്ട്, ഹാർഡ് വയേർഡ് ടെക്നോളജിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഹാർഡ്വെയറിൽ പറയണത്. എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയറിൽ പറയണത് എന്താണ്, നമ്മളെ മൈക്രോ കൺട്രോളേഴ്സിനായിട്ടാണ്. അപ്പോൾ ഇത്രയാണ് എന്തിൽ പറയണത്, നമ്മുടെ എംബഡഡ് ഡിവൈസസ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. ഇനി നമുക്ക് കാണാം എന്ത്, IoT എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവാസ വ്യവസ്ഥ. IoTയുടെ ഒരു ഇത് പറയുന്നത് എന്താണ്, ഇറ്റ് ഷുഡ് മേ ഹാവ് സെവറൽ യൂസേഴ്സ് ഓർ ഗ്രൂപ്പ്സ് ഓർ കമ്മ്യൂണിറ്റീസ് ഉണ്ടാവില്ലേ. ഒരു IoT എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഈസ് എൻ ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് ദിസ് IoT എക്കോസിസ്റ്റം. യൂസേഴ്സ് ഉണ്ടാവാം. ആ യൂസേഴ്സ് ചിലപ്പോൾ ഗ്രൂപ്പായിട്ടുള്ള യൂസേഴ്സ് ആയിരിക്കാം, ഓർ എ കമ്മ്യൂണിറ്റി ഓഫ് യൂസേഴ്സ് ആയിരിക്കാം, അല്ലേ.
ഇനി ആ യൂസേഴ്സ് എന്തുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യണത്? ദർ ഇസ് എ സിസ്റ്റം വിച്ച് പ്രൊവൈഡ്സ് ദിസ് IoT ആൻഡ് ദർ ഇൻക്ലൂഡ്സ് സം സെൻസിങ് ടെക്നോളജി, എംബഡഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആൻഡ് കണക്ടിവിറ്റി വിൽ ബി ദർ. ഈ മൂന്ന് മെക്കാനിസംസുമായിട്ടാണ് നമ്മുടെ ഡിവൈസസ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ദർ വിൽ ബി സം സപ്പോർട്ടിംഗ് ടെക്നോളജീസ്, either applications or software or some other hardware technology will be there to support these devices. ഡിവൈസസിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ എന്തുണ്ടാവും? ടെക്നോളജീസ് ഉണ്ടാവാം. അത് ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ടെക്നോളജീസോ ഹാർഡ്വെയർ ടെക്നോളജീസോ ഒക്കെ ആയിട്ട് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ IoT എക്കോസിസ്റ്റം ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കണം. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ത്രൂ ദ ഡിസിഷൻ ഫ്രെയിം വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? എന്താണ് ഈ ഒരു ചട്ടക്കൂട് അല്ലേ? ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ. അപ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ ഒരു IoTയുടെ ടോട്ടൽ ഫ്രെയിം വർക്ക്, അല്ലെങ്കിൽ അതിനെ ഒരു ഡിസിഷൻ എടുത്ത് ഒരു ഇൻ്റലിജൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രെയിം വർക്ക് എന്താണെന്ന് നമുക്ക് കാണിച്ചു തന്നേക്കണേ. ദർ ഷുഡ് ബി എ ഡിവൈസ് ഹാർഡ്വെയർ, അതായത് ഒരു ഡിവൈസ് ഉണ്ടാവും. ആ ഡിവൈസിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ദർ മസ്റ്റ് ബി എംബഡഡ് സിസ്റ്റം വിച്ച് ഈസ് ഡിഫൈൻഡ് ബൈ ദിസ് ഡിവൈസ് സോഫ്റ്റ്വെയർ ഉണ്ടാവും. കണക്റ്റിവിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ഇനി അവിടെ എന്തുണ്ടാവും? കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അവിടെ എന്തുണ്ട്? ഒരു കണക്ടിവിറ്റി ഉണ്ടാവും. കണക്ടിവിറ്റിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്? ക്ലൗഡ് പ്ലാറ്റ്ഫോംസ് വിൽ ബി ദെയർ ഫോർ ആക്സസിങ് സ്റ്റോറേജ്, ഫോർ ആക്സസിങ് ഹാർഡ്വെയർ റിസോഴ്സസ് ഓർ സോഫ്റ്റ്വെയർ റിസോഴ്സസ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതിനൊക്കെ നമുക്ക് ക്ലൗഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്ലൗഡിൽ എന്തുണ്ട്? എന്ത് വേണമെങ്കിലും നമുക്ക് ക്ലൗഡ് വഴി ആക്സസ് ചെയ്യാൻ പറ്റും. വയ ക്ലൗഡ് ആപ്ലിക്കേഷൻസിലൂടെ ക്ലൗഡ് പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ സർവീസസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണ്? ആക്സസ് ചെയ്യാൻ പറ്റുകയാണ് വയ ദിസ് നെറ്റ്വർക്ക് ടു ദിസ് ഹാർഡ്വെയർ. ഹാർഡ്വെയർ മീൻസ് ഒരു ഡിവൈസിലേക്ക് അതിൽ സോഫ്റ്റ്വെയറും സെൻസേഴ്സും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണ്? ക്ലൗഡ് ആപ്ലിക്കേഷൻസിനെ അതിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എന്താവുന്നത്? ഒരു IoT സക്സസ്ഫുള്ളായിട്ട് എൻഡ് ടു എൻഡ് മാനേജ്മെൻറ്റിലൂടെ സക്സസ്ഫുള്ളായിട്ട് എത്തിക്കാൻ നമുക്ക് സാധിക്കണത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ജസ്റ്റ് IoT എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണു. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളൊന്ന് കേട്ടിട്ട് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് പറയാം കേട്ടോ. എന്തെങ്കിലും ചേഞ്ചസ് വേണോ, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ സ്പീഡ് കൂടുതലുണ്ടോ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാം. ഞാൻ വീഡിയോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.